ഭക്തജനങ്ങളെ, ശ്രീ എരവട്ടൂർ പള്ളിയറ ഭഗവതി ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ചുറ്റമ്പല പുനർനിർമ്മാണത്തിന് അഴകും കരുത്തുമേകാൻ ദാരുഭംഗിയുടെ മകുട പ്രതീകമായ നിലമ്പൂർ തേക്കുമരങ്ങൾ പ്രസിദ്ധിയാർജിച്ച മരനാട്ട് മനയിൽ നിന്നും എത്തുകയാണ്. ഞങ്ങളുടെ തറവാട് ഈ ഭാഗത്ത് ഈ ഒരു പ്രദേശത്തായിട്ട് 300 കൊല്ലം ചരിത്രമുണ്ട്. ഈ ഒരു സ്ഥലം പണി കഴിക്കും എന്നുള്ളത് 176 കൊല്ലമുണ്ട്. ഈ സ്ഥലം അതിന് മുമ്പ് വെറും 2-3 സ്ഥലങ്ങളില്ല ഉണ്ട്. അവിടെയൊക്കെയായിട്ട് ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ഏറനാട്ടിൽ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിലെ തന്ത്രി കുടുംബമാണ് ക്ഷേത്രം. ഇത് ശരിക്കും ഒരു 16 കെട്ടാണ്. 16 കെട്ട് ഇപ്പം ഇങ്ങനെ നോക്കി സംരക്ഷിച്ച് ആൾക്കാർ താമസിക്കുന്ന 16 കെട്ട് അധികമുണ്ടോ സംശയം. എൻ്റെ അറിവിലില്ല. അപ്പോൾ ആരും അങ്ങനെ താമസിക്കും. ഇതിൻ്റെ അകത്ത് പ്രധാന 4 വീട്ടിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. മഹാഗണപതി ഒരു അതാണ് ഞങ്ങൾ ഉപാസനാമൂർത്തിയായിട്ട് കുറേ കാലമായിട്ട്. പിന്നെ ഈ ഭാഗത്ത് നിലമ്പൂർ ആ കാടിൻ്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ധാരാളം തേക്ക് തന്നെ വളരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ള തേക്ക് ഒന്നും കുഴിച്ചിട്ടൊന്നുമില്ല, തന്നെ വളരുന്നതാണ്. ഇപ്പോൾ ഇത്രയും തേക്കുള്ളതൊക്കെ മുമ്പ് നല്ല തേക്കും കാട് തന്നെയായിരുന്നു. ഒരുപക്ഷെ ആ പേരുണ്ടായിരിക്കണം ഈ മരനാടെന്ന് വരാൻ കാരണം. ഇതൊന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തേക്കിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കാതലും ഗുണമൊക്കെ ഈ ഭാഗത്ത് അത് ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, നിലമ്പൂർ തേക്കിന് ഒരു ഗുണം പറയുന്നത് ആ തേക്കിൻ്റെ ഗുണം ഇവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, അതിൽ ഫുൾ കാതൽ തന്നെയാണെന്ന് പറയാം ഏകദേശം. അത് ഇത് നട്ടുണ്ടാക്കിയതൊന്നുമല്ല. ഈ തടിയിൽ നട്ടുണ്ടാക്കിയതല്ല. പല കാലം കുരു വീണ് മുളച്ച് തന്നെ അങ്ങനെ മുളയ്ക്കുമ്പോൾ നല്ല ശക്തിയോടുകൂടി വീഴുണ്ടാവും. കുഴിച്ചിട്ടതിനെക്കാളും വേഗത്തിൽ ഉണ്ടാവും. മരാട്ട് മന എന്ന പ്രദേശത്താണ്. പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് വരാനുണ്ടായ സാഹചര്യം, എരവട്ടൂർ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ചുറ്റമ്പല നിർമ്മാണത്തിനാവശ്യമായ തേക്ക് ഇവിടെ നിന്നാണ് മുറിക്കുന്നത്. ഈ ഇത്രയും പഴക്കം ചെന്ന ഒരു തേക്ക് അന്വേഷിച്ചപ്പോൾ ഈ മനയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇവിടെ വന്ന് തേക്ക് വില കൊടുത്ത് വാങ്ങി. അപ്പോൾ ആദ്യം നമുക്ക് ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ P.K. സുരേന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര ദിവസമായി ഈ തേക്ക് മുറിയേറ്റ് ഇവിടെ എത്തി? 5 ദിവസമായി. ഏകദേശം എത്ര തേക്ക് മുറിച്ചു വിടുന്നു? 42 തേക്ക്. നമുക്ക് ക്ഷേത്രത്തിന് ആവശ്യമായ തേക്ക് ഇതുകൊണ്ട് മതി കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത്രയും തേക്കുണ്ട് എന്നുള്ള എങ്ങനെയാണ് കണ്ടെത്തിയ കാര്യം? അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു ഇവരെ കുറേ ക്ഷേത്രങ്ങൾ, കരിങ്ങാട് ക്ഷേത്രത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നമുക്ക് വിവരം തരുന്നത്. അതുപ്രകാരം ഇവിടെ എത്തിപ്പെട്ട് ഇവിടുന്ന് കമ്മിറ്റി ഭാരവാസികളും എല്ലാവരും കൂടെ വന്നു നോക്കി കംപ്ലീറ്റ് പരിശോധന നടത്തി. പിന്നെ ഇവിടെ എത്തിപ്പെട്ട തൊഴിലാളികൾ ഇന്ന് തന്നെ മരങ്ങൾ എല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 ദിവസം കൊണ്ട് അതിൻ്റെ പണി 42 തേക്ക് മുറിച്ച് ഇല്ലായതിനെ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പം അത് തേക്ക് എടുക്കുന്നതിന് നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് എടുക്കാമെന്നുള്ളൊരു ഞങ്ങളെ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിപ്പെടുന്നത്. 10, 20, 25 മീറ്റർ നീളം വരെയാണ്. നമ്മുടെ നാട്ടിൽ അവിടെയും പരിസരത്തും കാണാത്തതിൻ്റെ തേക്കാണ് ഇവിടെ ഉള്ളത്. തേക്കെന്ന് വെച്ചാൽ വെള്ള എന്ന് പറഞ്ഞ സാധനമില്ല, തോലേ ഉള്ളൂ. ഒരു ഫുൾ കാതലാണ്. നല്ല വൃത്തിയുള്ള തേക്കാണ്. പക്ഷേ ഇവിടെ വല്ലാത്ത അനുഭവം. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ദൈവാനുഗ്രഹം എന്നെല്ലാം പറയാം. ഇവിടെ വന്നിട്ട് മുറുക്കിയവരും ഇവിടുന്ന് ഇതുവരെ എന്തെങ്കിലും മുള്ളു പോലും, ഈ സ്ഥലത്ത് നിന്നൊരു മുള്ളു പോലും ആർക്കും എന്ത് ചെയ്യാല ഇതുവരെ കുത്തിപ്പോയിക്കില്ല. അത്രയും കാടും പാമ്പുകളെല്ലാം ഉള്ള സ്ഥലമാണ്. ഇപ്പം ഇവിടെ തിരുമേനി തന്നെ പണിക്കട മറ്റേ ഇത് നാഗത്തിൻ്റെ കാവുണ്ട് അവിടെ. ആ കാവിൻ്റെ അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യാൻ തെക്ക് മുറിക്കുന്നുണ്ട്. ഒരു മുള്ളു പോലും ആരും കുത്തിക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു പോയി അന്ന് വന്ന പാട് തന്നെ. പക്ഷേ നല്ല സുഖമായിരുന്നു. നല്ലൊരു ഇതാണ് കിട്ടിയത്. ഒരു 1-2 ദിവസം ഇവിടെ നിൽക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഞാനിവിടുത്തെ ജോലി തൊഴിലാളി യൂണിയനാണ്. ഞാനിവിടെ ഇപ്പോൾ ഈ മുറി 3ാമത്തെ സെക്ഷനിലാണ്. പക്ഷേ ആര് മുറിച്ചാലും ഞാൻ ഈ തോട്ടത്തിൽ പണിക്കുന്നുണ്ട്.
ഇതുവരെ ആർക്കും ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ നമ്പൂരിപ്പാടും ഇവിടുത്തെ ആൾക്കാരും ആര് വന്നാലും, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരു കുടുംബമാരിയായിപ്പോയി. ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളൂ ഞാൻ. പക്ഷേ പ്രമേശനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു സുഹൃത്തും കൂടി ഉണ്ട്, പ്രമേശൻ എന്ന് പറയുന്ന അമ്മാനങ്ങാട്, സുഹൃത്തും കൂടി എത്തിച്ചത്. അപ്പോൾ നല്ല തേക്കുമാണ്. ഇനി ആൾക്കാരും നമ്പൂരൊന്നും കുഴപ്പമില്ല, എല്ലാവരും നല്ല സഹകരണമാണ്. നമുക്ക് സഹകരിക്കാൻ പറ്റിയത് വളരെ നന്ദി. എല്ലാവരും നമ്മൾ ഒരു കുടുംബം പോലെയായി 3-4 ദിവസം കൊണ്ട് ഇപ്പോൾ അവരുമായിട്ട് മാറുമ്പോൾ ഒരു സങ്കടം. 5-ാം തീയതി കളി തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യം ചെയ്തതിനു വേണ്ടി പ്രവേശിച്ചു പറഞ്ഞത് നല്ലൊരാളാണ്. അതായത് വ്യാഴാഴ്ച മുതൽ മുറിച്ചു തുടങ്ങി. ബുധനാഴ്ച വൈകുന്നേരമാണ് നമ്മൾ അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് ഇവിടെ നമുക്ക് താമസിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ഇവിടെ പാണ്ടിക്കാട് തന്നെയുള്ള ഒരു ലോഡ്ജിലായിരുന്നു താമസം. ഇവിടുന്ന് താമസിക്കാനുള്ള വളരെ ഏറെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ മനയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വെള്ളവും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വന്നു. വളരെ നല്ല രീതിയിൽ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടു നിന്നായിട്ട് തന്നെ തോന്നാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറമ്പിലുള്ള തേക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ അന്വേഷിച്ചാൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് അവർ വിൽക്കാൻ വെച്ചത് മാത്രമേ കൊടുക്കൂ. അതായത് ഈ അമ്പലത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് അവരുമായിട്ടുള്ള നല്ല രീതിയിലുള്ള സമീപനം കൊണ്ടും നമുക്ക് ആവശ്യമുള്ള തേക്കിൻ്റെ ഇവിടുന്ന് തന്നെ മിക്കവാറും തന്നിട്ടുണ്ട്. ഇനി ഒരു ആവശ്യം തരില്ല എന്നാണ് തോന്നുന്നത്. ഇവിടുന്നാണ് തേക്ക് വരുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നിലമ്പൂരിൽ നിന്നാണ്. പിന്നെ ഈ ഒരു മനയെ പറ്റിയെല്ലാം നന്നായിട്ട് പിന്നെ കേട്ടുകേൾവിയുള്ളൊരു മനയാണ്. പിന്നെ ഈ തേക്കുകളെല്ലാം എന്താ വെച്ചാൽ നമുക്ക് ഗുണം വെച്ചാൽ നല്ല കാതലുള്ള തേക്ക്, അതും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് 2000 ക്യൂബിക്കോളം മരമാണ് ഇവിടുന്ന് ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്കൊരു വലിയൊരു ഭാഗ്യം പോലെയാണ് തോന്നുന്നത്. വിൽക്കാൻ പോകണ്ടേ? പോയിട്ടുള്ളൂ ഇവിടെ അധികം. ശ്രീ എരവട്ടൂർ പള്ളിയാറ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പല പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം, വണ്ടൂർ താലൂക്കിലെ കൊടശ്ശേരി പ്രദേശത്ത് മരാട്ട് മനയിൽ നിന്നുള്ള നല്ല തേക്ക് മരങ്ങളാണ് ഇന്ന് ലോഡിങ് ഇവിടെ വണ്ടി ലോഡായി കഴിഞ്ഞത്. ഇന്ന് 2 വണ്ടി ഇവിടെ ലോഡായി കഴിഞ്ഞ് ഇവിടെ നല്ല സഹകരണം കാര്യങ്ങളെല്ലാം കിട്ടി. ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എരവട്ടൂർ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ വലിയ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നാട്ടിലിത് കാണുന്ന ആൾക്കാരെല്ലാം നാളത്തെ ആ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള നമ്മളോട് സഹകരിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർ പറയും. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച രമേശ് പറയും. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പള്ളിയറ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനൊരു ആവശ്യമായി ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളെ സമീപിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കാളിയാവുക എന്നുള്ളത് മുജ്ജന്മ സുഹൃത്തായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ സഹായത്തിന് ഈ അവസരത്തിൽ ദൈവത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉടൻ വളരെ പെട്ടെന്ന് നടത്തുവാൻ അവിടുത്തെ ഭഗവതി സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
സാറിന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല സാറ്. അല്ല, അബ്ബാസ് പറഞ്ഞു ഇങ്ങോട്ട് വരാം. കൊടശ്ശേരി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സംയുക്ത തൊഴിലാളി യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ 2 വണ്ടിക്ക് ലോഡ് കയറ്റുകയും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റെ ലോഡിങ് കൂലിയും ഒക്കെ ഇവർ തരികയും അതേമാതിരി തന്നെ ഈ ലോഡിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുകയും ഭദ്രമായി അത് എല്ലാവരോടും നല്ല സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് പേരാമ്പ്ര ഭാഗത്തുള്ള ഭക്തജനങ്ങളോട്, ഈ വന്ന ആൾക്കാരെ നിങ്ങൾ പൊൻതൂലുമാരി എന്നും അവരെ ശില്പികളായിട്ട് കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനൊരു ബഹുമതി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു അവസരം നിങ്ങൾ കൊടുക്കണം, പ്രത്യേകിച്ച് ഇവർ വന്നവർക്കൊക്കെ. ഇത് ഞങ്ങളെ യൂണിയനിൽപ്പെട്ട ഏറ്റവും മുതിർന്ന ഞങ്ങളെ കൂട്ടത്തിലുള്ള മൂപ്പനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ. അതിനെ പറയാ ഇവിടെ ലോഡ് കയറ്റാൻ വന്നു. ഇതിനൊക്കെ വലിയ സഹകരണം ഉണ്ടായി. ഭക്ഷണം കാര്യങ്ങൾ വേറുള്ളതൊക്കെ നോമ്പല്ലാത്ത സമയത്തും തന്നിരുന്നു. എല്ലാത്തവർക്കും ഇന്നും കിട്ടിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇവിടെ വന്നതിലും ഇങ്ങനെ ഞങ്ങളെ സഹകരിച്ചതിലും ഞങ്ങൾ അങ്ങോട്ട് സഹകരിച്ചതിലൊക്കെ വളരെയധികം നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് അവരായിട്ടുണ്ട്. എന്തായാലും പേരാമ്പ്രക്കാരോട് വീണ്ടും പറയണേ, ഇവരെ എന്നും നിങ്ങളൊരു പുൻതൂലായി സൂക്ഷിക്കണം മനസ്സിൽ എന്ന് പ്രത്യേകം പറയാനുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പള്ളിയാർ ക്ഷേത്രത്തിലേക്കുള്ള മരവും വണ്ടിയും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. മലബാർ ദേവസ്വം ബോർഡ് സർവീസ്. സുരേട്ടൻ്റെതല്ല.